ഇങ്ങനൊന്നും എനിക്ക് എണീക്കാന് ഒന്നും പറ്റിയിരുന്നില്ല. ഞാൻ കൈയൊക്കെ ഇവിടെ പിടിച്ചിട്ടാണ് എണീറ്റ് വന്നിരുന്നത്. ഇപ്പൊ ഞാൻ കൈ കെട്ടിയിട്ട് ഇരിക്കണു, കൈ കെട്ടിയിട്ട് എണീക്കുന്നു. എനിക്ക് നല്ല സമാധാനമായി ഇപ്പോ. എനിക്ക് ഭയങ്കര വിഷമത്തോടെയാണ് ഞാൻ ഇത് വന്നത്. എൻ്റെ മോൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ വീഴുമോ എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടുത്തെ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് എന്താ പറയാ, എൻ്റെ കാലിൽ നിന്ന് തന്നെ എന്തോ ഒഴിഞ്ഞു പോയ പോലെ ഒരു ഫീലാണ് ഉണ്ടായത്. എനിക്ക് എൻ്റെ മോൻ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ അമ്മ എന്ന് വിളിച്ചു എൻ്റെ. അപ്പോൾ എനിക്ക് നന്നായി നടക്കാൻ പറ്റി. അതന്നെ ഭയങ്കര ഞാൻ 2 ദിവസം ആയിട്ടുള്ളൂ ഞാൻ അത് ഫേസ്ബുക്കിൽ കണ്ടിട്ട്. അപ്പൊ കണ്ടപ്പോ തന്നെ എൻ്റെ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇത് നോക്ക്, നമ്മളിങ്ങനെ കണ്ടു കാലിന്റെ മുട്ടിന്റെ ഇത് ചെയ്യുന്നത് പെട്ടെന്ന് സുഖപ്പെടും എന്നങ്ങനെ. പക്ഷെ ഇത് കണ്ടപ്പോ എനിക്ക് ഒന്നും കൂടി നല്ലതെന്ന് തോന്നി. ഞാൻ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, നോക്ക് എന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഒന്നും കൂടി അത് ഡോക്ടർ പറയുന്ന ആ കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ എടുത്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ഇതാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇന്നലെ തന്നെ ഇത് ഇവിടെ ബുക്ക് ചെയ്തത്. എന്നിട്ട് ഇപ്പം ഇന്ന് ഞാൻ കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ മോനെ കൈ പിടിച്ചിട്ടാണ് ഞാൻ കയറി വന്നത്. പക്ഷെ ഇപ്പം ഇന്ന് ഞാൻ പോണത് നല്ല സന്തോഷത്തോടെ 2 കാലും തറയിൽ ഉറപ്പിച്ചിട്ടാണ് ഞാൻ പോണത്. നല്ല സന്തോഷമായി എനിക്ക്. ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ഇവിടുന്ന് പോണത്. ഇങ്ങനൊന്നും എനിക്ക് എണീക്കാന് ഒന്നും പറ്റിയിരുന്നില്ല. ഞാൻ കൈയൊക്കെ ഇവിടെ പിടിച്ചിട്ടാണ് എണീറ്റ് വന്നിരുന്നത്. ഇപ്പൊ ഞാൻ കൈ കെട്ടിയിട്ട് ഇരിക്കണു, കൈ കെട്ടിയിട്ട് എണീക്കുന്നു. എനിക്ക് നല്ല സമാധാനമായി ഇപ്പോ. എനിക്ക് നടക്കാനും ഒക്കെ ആയിരുന്നു. ഇപ്പം ഞാൻ 2 കാലും ഉറപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. മറ്റേത് ഞാൻ ആദ്യം എനിക്കൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലൊക്കെ ഞാൻ കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ കാല് ഇങ്ങനെ പിടിച്ചിട്ടാണ് നിൽക്കുക, ഒറ്റ കാലിലാണ് നിൽക്കുക. അപ്പം എല്ലാവരും ചോദിക്കുക എന്താ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം ഞാൻ പറയും എൻ്റെ മുട്ട് വേദനിച്ചിട്ട് വയ്യാന്ന് പറയും. ഇപ്പം എനിക്ക് നല്ല റിലീഫായി, നല്ല സമാധാനമായി, സന്തോഷമായി. ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കുറച്ച് ഇതിപ്പോൾ നല്ല കാല് നന്നായിട്ട് ഇതായിട്ടുണ്ട്, വളഞ്ഞിട്ടുണ്ട്. കുറച്ചും കൂടി മുന്നേ വരികയാണെന്ന് വെച്ചെങ്കിൽ ഇത് നന്നായിരുന്നു. ഇല്ലെങ്കിൽ ഇത് ഓപ്പറേഷൻ്റെ വക്കിലാണ് ഇത് നിൽക്കുന്നത്. ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തേ ഇതിന് മതിയാവുമെന്ന് പറഞ്ഞു. 2 കാലവും ഒപ്പം ചെയ്യണമെങ്കിൽ 4 ലക്ഷത്തോളം രൂപ ചെലവുണ്ടെന്നും പറഞ്ഞു. അപ്പോൾ ഇത് എന്താ വേണ്ടതെന്ന് നിങ്ങൾ സജഷൻ ചെയ്താലേ ഞങ്ങളിത് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് സന്തോഷമായി തോന്നി. ഞാൻ ചെയ്തോളാൻ പറഞ്ഞു, ചെയ്തു. ഞാനിപ്പോൾ ഇത് ചെയ്തപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഒരു അമ്മ അവിടെ പുറത്ത് നിന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ട്, നിങ്ങൾ എവിടുന്ന വരുന്നതെന്നൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ വരുമ്പോൾ തന്നെ എൻ്റെ മോൻ്റെ കൈ പിടിച്ചിട്ടാണ് വന്നതെന്ന് ഞാൻ പറഞ്ഞു. ഇത് നന്നായി, എനിക്ക് നല്ല സന്തോഷമായി. ഞാൻ ഇപ്പോൾ 2 കാലും ഉറപ്പിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. മോൻ്റെ കൈ പിടിച്ച് വന്ന് എൻ്റെ മോനോട് ചോദിച്ചു നോക്കുമ്പോൾ 2 ദിവസം മുന്നേ രാത്രി ഞാൻ ബെഡിൽ കിടന്നിട്ട്, സത്യം പറയാലോ അത്ര ഞാൻ വേദന കൊണ്ട് ഇങ്ങനെ വിറയ്ക്കായിരുന്നു 2 കൈയും കിടന്നിട്ട്. അത്ര അപ്പോഴാണ് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ അത് തന്നെ കണ്ടത്. അങ്ങനെ തന്നെ ഞാൻ ഇത് ഇങ്ങോട്ട് ഓടി വന്ന് ഇത് നോക്കിയിട്ട് ഞാൻ സന്തോഷത്തിലാണ് പോണത്. അമ്മ 2 കാര്യം ചെയ്തോന്ന് ഞാൻ പറഞ്ഞു അവരടുത്ത്. എനിക്ക് പറയാനുള്ളത് ഇവിടെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക. മുട്ടുവേദന അനുഭവിക്കുന്ന പേഷ്യൻസിനോട് ഇവിടെ വന്നിട്ട് ഈ ട്രീറ്റ്മെന്റ് ചെയ്യുക. ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ ഓപ്പറേഷനില്ല, ഇഞ്ചക്ഷനില്ല, മരുന്നില്ല, ഒന്നുമില്ല, വെറും എക്സസൈസ്. അത് ഇവിടെ വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപാട് ജിമ്മിൽ പോയിട്ട് ഞാൻ എക്സസൈസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് യോഗ ചെയ്തിട്ടുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല എക്സസൈസ്. ഈ മുട്ടിന് വേദന മാറണമെങ്കിൽ ഇപ്പം ഈ ഡോക്ടർ നിർദ്ദേശിച്ച പോലെ ചെയ്ത് തന്ന പോലെ എക്സസൈസ് ചെയ്തെങ്കിൽ ഇപ്പം ഇതൊന്ന് മാറുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യപ്പെട്ടു. ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻ്റാണ് ഇപ്പോൾ ഡോക്ടർ എനിക്ക് ചെയ്തു തന്നത്. അത് ഞാൻ സത്യം പറഞ്ഞാൽ മരുന്ന് കുടിച്ച് മാറിയ പോലെയാണ് ഇപ്പം ഞാൻ ഇവിടുന്ന് പോണത്. അത്രയും നല്ലൊരു ട്രീറ്റ്മെൻ്റാണ് ഇപ്പോൾ ഡോക്ടർ എനിക്ക് ചെയ്തു തന്നത്. ഞാൻ നല്ല ഹാപ്പിയാണ്, ഒരുപാട് ഹാപ്പി ആയിട്ട് ഒക്കെ പറഞ്ഞു പോകണം. എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ എൻ്റെ മോനോട് ചോദിച്ചു, ഞാൻ സത്യം പറയാൻ, ഒരു എക്സസൈസാണ് മോനെ ചെയ്യുന്നത്. മോൻ പറഞ്ഞ അമ്മ ആദ്യം പോയി നോക്ക്, എന്നിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് എന്താ പറയുന്നത് നോക്ക് എന്ന് പറഞ്ഞു.
അപ്പൊ ഡോക്ടർ ഇപ്പൊ പറഞ്ഞു ചെയ്തപ്പോഴും അമ്മ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മോൻ ഇങ്ങനെ പറഞ്ഞു തന്നു. അപ്പൊ ചെയ്ത് പുറത്തിറങ്ങിയപ്പോ അമ്മ നേരത്തെ പറഞ്ഞപ്പോ തിരിച്ചെടുക്കുന്നുണ്ടാന്ന് എന്നോട് മോൻ ചോദിച്ചത്. ഭാഗത്തുനിന്ന് ചികിത്സയെ പറ്റിയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാല് നമുക്ക് അത് അവിടെ ചെയ്തപ്പോ തന്നെ എനിക്ക് എന്റെ കാലുമേ തന്നെ ആ ഫീല് ഞാൻ അനുഭവപ്പെട്ടു. എന്താ പറയാ, സന്ധികളൊക്കെ ഒന്ന് അഴഞ്ഞ പോലെയായി. നമുക്ക് നമ്മളെ കാലിൽ നിന്ന് എനിക്ക് എന്തോ എന്റെ കാലിൽ നിന്ന് തന്നെ ഇങ്ങനെ ഒഴിഞ്ഞു പോയ പോലെ തോന്നി. അങ്ങനെയാണ് എനിക്ക് ഫീല് ചെയ്തത്. ഞാന് എന്താണ് ചെയ്യാൻ പോണെന്ന് എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പേടി ഉണ്ടായിരുന്നെന്ന് വെച്ചാല് നമ്മൾ എന്താ ഈ മുട്ടിന്റെ കാലിൽ ഇപ്പൊ ചെയ്യാൻ പോണെന്നുള്ളൊരു ചെറിയൊരു ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എനിക്കത് എനിക്കിപ്പോ ഒന്നും എനിക്ക് അതുകൊണ്ട് തോന്നുന്നില്ല. ഞാൻ ചിന്തിച്ചത് ഒന്നും അല്ലാതെ എനിക്ക് തോന്നി. 3 സ്റ്റാഫുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ നല്ല ഹെൽപ്പ് ചെയ്തു അവര്. എന്നെ നടക്കാനും ബാത്റൂമിൽ കൊണ്ടുപോകാനും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇപ്പൊ ഞാൻ ഫ്രീ ആയിട്ടാണ് ഞാൻ പോണത്.